So hello guys, ഞാൻ ആദിത്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ റിയൽ ആയിട്ടുള്ള ഫോളോവേഴ്സും അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകൾക്ക് ഇഷ്ടംപോലെ റിയൽ ആയിട്ടുള്ള ലൈക്സ്, വ്യൂസ്, കമൻസും ഒക്കെ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നേടിത്തരുന്ന ഒരു കിഡിലൻ വെബ്സൈറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. അതാണ് SMM സ്ട്രീറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ്. സോ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല ഈ പറയുന്ന സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഇത്തരത്തിലുള്ള സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് വീഡിയോയിൽ സംസാരിക്കാം. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇനി നമുക്ക് SMM സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ഈ വെബ്സൈറ്റ് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നോക്കാം. സോ വെബ്സൈറ്റ് ലിങ്ക് എന്തായാലും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നേരെ പോയി അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഈ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് താഴെ കാണുന്ന സൈൻ ഇൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളൊരു ന്യൂ യൂസർ ആണെങ്കിൽ താഴെ കാണുന്ന സൈൻ അപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അവിടെ താഴെ പറഞ്ഞിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ നെയിം, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പാസ്വേഡ്, ആ പാസ്വേഡ് തന്നെ ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ, അതിൻ്റെ താഴെ കാണുന്ന ആ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് സൈനപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ വെബ്സൈറ്റിലേക്ക് സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സോ ഇതാണ് വെബ്സൈറ്റിൻ്റെ ഹോം പേജ് വരുന്നത്. കുറച്ച് താഴേക്ക് നോക്കുവാണെങ്കിൽ ഈ വെബ്സൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെ കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റുകൾക്ക് ഇഷ്ടംപോലെ ലൈക്കും കമൻറ്റും ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന റീൽസ്, IGTV വീഡിയോസ്, ഇൻസ്റ്റാഗ്രാം ലൈവ്സ്, ഇതിനൊക്കെ ഇഷ്ടംപോലെ വ്യൂസ്, ലൈക്സ്, കമൻസും ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറിക്ക് ഇഷ്ടംപോലെ സ്റ്റോറി വ്യൂസും ലഭിക്കും. സോ ഇതൊക്കെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ലഭിക്കുന്ന സർവീസസ്. ഇനി അടുത്തതായിട്ട് യൂട്യൂബിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ഇഷ്ടംപോലെ വ്യൂസ്, ലൈക്സ്, ഡിസ്ലൈക്സ്, കമൻസും ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് ഷോർട്സിന് ഇഷ്ടംപോലെ ലൈക്സ്, വ്യൂസ്, കമൻസും ഒക്കെ ലഭിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് യൂട്യൂബിൽ ഇഷ്ടംപോലെ വാച്ച് അവേഴ്സ് ലഭിക്കും. ഇനി അടുത്തതായിട്ട് ഫേസ്ബുക്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിന് അല്ലെങ്കിൽ പ്രൊഫൈലിന് ഇഷ്ടംപോലെ ഫോളോവേഴ്സ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റുകൾക്ക് ഇഷ്ടംപോലെ ലൈക്സ് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് വീഡിയോയ്ക്ക് ഇഷ്ടംപോലെ വ്യൂസും ലഭിക്കും. സോ ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ്. സോ ഈ പറയുന്ന സർവീസസ് എല്ലാം വളരെ ചുരുങ്ങിയ ചിലവിലാണ് ഈ വെബ്സൈറ്റ് വഴി നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം ഈ വെബ്സൈറ്റിലേക്ക് നമ്മൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ വരുവാണെങ്കിൽ മുകളിലായിട്ട് ഡിപ്പോസിറ്റ് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന 3 ലൈൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ആഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ കുറേ അധികം പേയ്മെൻറ്റ് മെത്തേഡ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അതുപോലുള്ള എല്ലാ തരത്തിലുള്ള UPI പേയ്മെൻറ്റ് മെത്തേഡ്സും വരുന്നുണ്ട്. പിന്നെ PayU മണിയും ലഭിക്കുന്നുണ്ട്. ഇനി എന്തായാലും പേടിഎം വഴി നമുക്ക് കുറച്ച് എമൗണ്ട് ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് കാണുന്ന ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഓൾ UPI എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക. സോ ഇവിടെ നിങ്ങൾക്ക് എത്ര എമൗണ്ടാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ 50 രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്യാൻ പോകുന്നത്. സോ 50 എന്ന് ടൈപ്പ് ചെയ്യുന്നു, എന്നിട്ട് പേ കൊടുക്കുന്നു. ഇനി എന്തായാലും നമുക്ക് ഈ പേയ്മെൻ്റ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സോ നമ്മുടെ പേയ്മെൻറ്റ് എന്തായാലും ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും കറണ്ട് ബാലൻസ് 50 റുപ്പീസ് താഴെ കാണിക്കുന്നുണ്ട്. ഇനി ഈ വെബ്സൈറ്റ് എത്രത്തോളം വർക്കിംഗ് ആണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് കുറച്ച് ഫോളോവേഴ്സ് കയറ്റി കാണിച്ചു തരാം. അതിന് വേണ്ടി താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ന്യൂ ഓർഡർ എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സർവീസ് സെലക്ട് ചെയ്യണം. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള സർവീസാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് ഞാൻ ഫോളോവേഴ്സ് കയറ്റാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സർവീസ് സെലക്ട് ചെയ്യാം. അതായത് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു സർവീസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന സർവീസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 90 to 99 ഡേയ്സ് ഗ്യാരണ്ടീഡ് എന്ന് പറയുന്ന സർവീസാണ്. സോ അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അടുത്ത പാക്കേജ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സോ പാക്കേജ് ഞാൻ ഫസ്റ്റ് കാണുന്ന പാക്കേജാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സെലക്ട് ചെയ്ത സർവീസും പാക്കേജുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ ലിങ്ക് എന്ന് പറയുന്നൊരു ബോക്സ് കാണാൻ സാധിക്കും. ഇതിനകത്താണ് നമ്മുടെ
സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ലിങ്ക് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഫോളോവേഴ്സ് കൂട്ടാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ലിങ്കാണ് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ലിങ്ക് എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് മറ്റേതെങ്കിലും അക്കൗണ്ട് യൂസ് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യാൻ. അത് ശ്രദ്ധിക്കുക, എന്നാൽ മാത്രമേ ഇവിടെ വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ബോക്സാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിവിടെ 500 ഫോളോവേഴ്സാണ് കൂട്ടാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എത്ര ഫോളോവേഴ്സാണ് കൂട്ടേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 500 എന്നാണ് എൻ്റർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ 1000 ഫോളോവേഴ്സ് കൂട്ടണമെങ്കിൽ ക്വാണ്ടിറ്റിയുടെ സ്ഥാനത്ത് 1000 കൊടുക്കുക. 2000 ഫോളോവേഴ്സ് വേണമെങ്കിൽ ക്വാണ്ടിറ്റിയുടെ സ്ഥാനത്ത് 2000 കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ താഴെയായിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് പേ ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നുണ്ട്. എനിക്കിവിടെ 19 രൂപ 50 പൈസയാണ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് താഴെ കാണുന്ന ഈ ബോക്സ് അങ്ങ് ടിക്ക് ചെയ്യുക. എന്നിട്ട് പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടി തുടങ്ങുന്നത് കാണാൻ സാധിക്കും. സോ എന്തായാലും ഇവിടെ സക്സസ് കാണിച്ചിട്ടുണ്ട്. ഇനി ഫോളോവേഴ്സ് കൂടുന്നത് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഇപ്പം തന്നെ ഫോളോവേഴ്സ് കൂടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും എനിക്കിവിടെ 501 ഫോളോവേഴ്സാണ് കാണാൻ സാധിക്കുന്നത്. ഞാനൊന്ന് റിഫ്രഷ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 521 ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 522 ആയിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി സെക്ഷനിൽ പോയി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോളോവേഴ്സ് ഇങ്ങനെ തുരുതുര വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ വെബ്സൈറ്റ് 100% വർക്കിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഓർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻസ് അറിയണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന 3 ലൈൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ താഴെ ഓർഡേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ ഓൾ എന്ന സെക്ഷൻ്റെ താഴെയായിട്ട് എല്ലാ ഓർഡേഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഓർഡർ പെൻഡിങ് ആണെങ്കിൽ ഈ പെൻഡിങ് എന്ന് പറയുന്ന സെക്ഷൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഓർഡർ ഇൻ പ്രോഗ്രസ്സിലാണെങ്കിൽ ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന ഈ സെക്ഷൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനും ഒരു പോംവഴിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കാണുന്ന 3 ലൈൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടിക്കറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ടിക്കറ്റ്സ് റൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇഷ്യൂ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ അത് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ടിക്കറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും. സോ SMM സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.